ഓക്കെ. ഇത് പ്രാഥമികമായും ദാർശനികമായ ഒരു കവിതയാണ് എന്ന് പറയാം. അത് ആരംഭിക്കുന്നത് ഭാഷയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചുകൊണ്ടാണ്. നാം ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നാം ആഗ്രഹിക്കുന്ന പോലെ ആവിഷ്കരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ആത്മാവിലുള്ളതും നമ്മുടെ ഭാഷയും തമ്മിലൊരു അകലമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്കും സാക്ഷാത്കാരത്തിനും ഇടയ്ക്ക് ഒരു നിഴൽ വീഴും. അപ്പോൾ വിക്ക് ആ തരത്തിലുള്ള നമ്മുടെ അപൂർണതയുടെ ഒരു പ്രാതിനിധ്യം ആണ് വഹിക്കുന്നത് എന്ന് പറയാം. കാരണം ജന്മം കൊണ്ട് തന്നെ നാം അപൂർണരാണ്. നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് പറയാൻ കഴിയുന്നില്ല. അത് പറഞ്ഞതിൽ തന്നെ പകുതിയെ പക്ഷേ കേൾവിക്കാരിൽ എത്തുന്നുള്ളൂ. ഇങ്ങനെയുള്ള ഭാഷയുടെ അപൂർണത പക്ഷേ നമ്മുടെ തന്നെ അപൂർണതയുടെ ഒരു പ്രതീകമാണ് എന്ന് പറയാം. ക്രമേണ അതിന് ഒരു സാമൂഹ്യമോ രാഷ്ട്രീയമോ ആയ കൂടി കൈവരുന്നുണ്ട് എന്ന് തോന്നുന്നു. അത് പ്രത്യേകിച്ചും ഒരു ജനത ഒന്നിച്ച് വിൽക്കുമ്പോൾ അത് അവരുടെ മാതൃഭാഷയാകുന്നു എന്ന് പറയുമ്പോൾ ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് പൊതുവെ രാഷ്ട്രങ്ങളുടെ ജീവിതത്തിൽ വന്നുപെടുന്ന ചില ധർമ്മസങ്കടങ്ങളെ ചില പ്രത്യേക അവസ്ഥകളിൽ നമ്മുടെ അടിയന്തരാവസ്ഥ ഒരു ഉദാഹരണമാണ്. അല്ലെങ്കിൽ നാം ഇന്ന് കടന്നു പോകുന്ന കാലം ഒരു ഉദാഹരണമാണ്. പലപ്പോഴും പല കാരണങ്ങളാൽ അത് ഭയം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അപ്രീതിക്ക് പാത്രമാകുമെന്ന ശങ്ക കൊണ്ടോ സൗഹൃദങ്ങൾ നഷ്ടപ്പെടുമെന്ന പേടി കൊണ്ടോ ഒക്കെ നാം പറയാതിരിക്കുന്നു അല്ലെങ്കിൽ പറയാൻ മടിക്കുന്നു. അപ്പോൾ അങ്ങനെ സംസാരിക്കാൻ തയ്യാറല്ലാത്തവരുടെ ഒരു രാഷ്ട്രമായിട്ട് രാഷ്ട്രം മുഴുവൻ മാറുന്നു. അത് ഒരു ശസ്വാമി വിഷ്കവി മൗനത്തിൻ്റെ ഗൂഢാലോചന എന്ന ഒരു പ്രയോഗം ഒരു കവിതയിൽ ഉപയോഗിക്കുന്നത്. മൗനത്തിൻ്റെ ഗൂഢാലോചന ഇതാണ്: എല്ലാവരും ചേർന്ന് കണ്ടാൽ പോലും കണ്ടത് പറയേണ്ട എന്ന് തീരുമാനിക്കുക. അത് ഒന്നിച്ച് എടുക്കുന്ന തീരുമാനമാകണം അത് എന്നില്ല. ഓരോരുത്തരായി തീരുമാനിക്കുന്നു. അത് നമ്മൾ പറയുന്നില്ല, പറയേണ്ട. പറഞ്ഞാൽ പലതും നഷ്ടപ്പെടാനുണ്ടാകും. ഭരണകൂടത്തിൻ്റെ അപ്രീതിയുണ്ടാകും, ജനങ്ങളുടെ അപ്രീതിയുണ്ടാകും. അങ്ങനെയുള്ള ഒരു സാമൂഹ്യ രാഷ്ട്രീയ സമ്മർദ്ദം അതേക്കുറിച്ചാണ് ഈ മാതൃഭാഷ തന്നെ ജനങ്ങളുടെ മുഴുവൻ മാതൃഭാഷ വിൽക്കാറുണ്ട്. മൂന്നാമത്തെ ഒരു തലം ഉള്ളത് അതൊക്കെ ഒരു ദാർശനികമായ ആലോചനയാണ് സൃഷ്ടിയെപ്പറ്റി. നമ്മുടെ ഭാഷ ഇത്രയേറെ അപൂർണമാണെങ്കിൽ ഈ ഭാഷ സൃഷ്ടിച്ച അല്ലെങ്കിൽ ഈ ഭാഷ സംസാരിക്കുന്ന മനുഷ്യനെ സൃഷ്ടിച്ചയാളും അതേപോലെ തന്നെ അപൂർണനായിരിക്കണം. അതുകൊണ്ടാണ് ദൈവവും വിക്കിയിരിക്കും, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവവും വിക്കിയിരിക്കണം എന്ന അവസാനത്തെ വരികളിൽ വരുന്നത്. പക്ഷേ ദൈവം ആഗ്രഹിച്ച പോലെ ആയിരിക്കില്ല നമ്മെ സൃഷ്ടിച്ചത്. കാരണം നാം ആഗ്രഹിച്ച പോലെ നമുക്ക് പറയാൻ കഴിയുന്നില്ല, നമുക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. എങ്കിലൊരു പക്ഷേ ദൈവം ആഗ്രഹിച്ച പോലെ സ്വപ്നം കണ്ട പോലെ ആയിരിക്കില്ല മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ ദൈവത്തിലും ആ അപൂർണത, താൻ ആഗ്രഹിച്ചത് മുഴുവൻ ആവിഷ്കരിക്കാൻ കഴിയാത്തതിനുള്ള ആ അപൂർണത ബോധം ഒരുപക്ഷെ ദൈവത്തിലും ഉണ്ടായിരുന്നതിലും ദൈവവും അതുപോലെ ഒരു പരിപൂർണനല്ല എന്ന ഒരു വിചാരത്തിലേക്കാണ് ഭാഷയെയും സമൂഹത്തെയും കുറിച്ചുള്ള അതിൻ്റെ സംശയം.